ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിനാ ആണോ? പൊന്നുകുട്ടൻ പറഞ്ഞതുപോലെ ഞാനും അവളും കൂടെ രാവിലെ തന്നെ ചീര പറിക്കാനായിട്ട് ഇറങ്ങിയേ. ഇവിടെ ഇതിന് പറയുന്നത് പച്ചച്ചീര എന്നും വേലിച്ചീര എന്നൊക്കെ പറയും. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ എങ്ങും ഇത് കാണാനായിട്ടില്ല. ഇതിൽ കണ്ടോ ഈ കുഞ്ഞിക്ക, ഇത് നല്ല രസമാണ് കാണാൻ. കുഞ്ഞി പച്ച തക്കാളിക്ക പോലെ ഇരിക്കും. പണ്ട് ഞങ്ങൾ കഞ്ഞിയും കറിയൊക്കെ കളിക്കുമ്പോഴത്തേക്ക് തക്കാളിക്കാന്നും പറഞ്ഞൊക്കെ അരിഞ്ഞ് കറിക്കകത്തൊക്കെ ഇടുമായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ 2 ടൈപ്പ് കുഞ്ഞി പൂക്കളുമുണ്ട്. നല്ല രസമാണ് ഇത് രണ്ടും കൂടെ കാണാനായിട്ട്. ഈ ചീരയുടെ മണ്ട കണ്ട് വേണം നമ്മൾ ഒടിച്ചെടുക്കാനായിട്ട്. മൂത്ത തണ്ട് നമ്മൾ എടുക്കത്തില്ല കേട്ടോ. അതുപോലെ ഇലയും നമ്മളിവിടെ എടുക്കാറുണ്ട്. അത് രണ്ടും കൂടെ നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ നമ്മൾ എങ്ങനെയാണോ തോരത്തിന് തേങ്ങ ഒതുക്കുന്നത് അതുപോലെ തേങ്ങയും ജീരകവും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഒത്തിരി അരിഞ്ഞു പോയാൽ കൊള്ളത്തില്ല. പിന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഈ ചീരയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 2 or 3 പ്രാവശ്യമൊക്കെ ഇലക്കറികൾ കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇതിലൊക്കെ ഒത്തിരി കാൽസ്യവും മിനറൽസൊക്കെ ഉണ്ടല്ലോ. ചീരയില, മുരിങ്ങയില, ചുമന്ന ചീര ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. 5 മിനിറ്റ് പോലും വേണ്ട, ചീര ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓർക്കും ഇഷ്ടം പോലെ കാണുമെന്ന്, പക്ഷെ വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഒട്ടും കാണത്തില്ല. അതുകൊണ്ട് എത്രത്തോളം ഇല കിട്ടുമോ അത്രയും നല്ലതാണ്. അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചാൽ അറിയത്തില്ലല്ലോ. ഈ ഒരു പാകമാകുമ്പോഴത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിടുകയാണെങ്കിൽ നല്ല രുചിയാണ്. എൻ്റെ കയ്യിൽ ഇപ്പം മുട്ടയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മുട്ട ചേർത്തില്ല. മുട്ടയില്ലാതെയും രുചിയാണ്, പക്ഷേ മുട്ട ഇടുവാണെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഒന്നും കൂടി ഇഷ്ടപ്പെടുമല്ലോ. ചോറിൻ്റെ കൂട്ടത്തിൽ വേറെ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ അടുത്ത് ചീരയെല്ലാം ഇങ്ങനെ നിൽപ്പുണ്ടെങ്കിൽ അരിഞ്ഞ് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ചോറിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു തോരൻ മാത്രം മതി കഴിക്കാനായിട്ട്. അങ്ങനെ ഞാനും പൊന്നുകൂട്ടി ചോറുണ്ടു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ.